ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളുടെ ഓണമൊക്കെ അടുത്തു അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് കൽച്ചട്ടികളെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ഞാൻ മൺപാത്രങ്ങളുടെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു, വാട്സപ്പിലൂടെ വിളിച്ചിട്ടും ഒക്കെ ചോദിച്ചു, നല്ല കലച്ചട്ടി എവിടെയാണ് ഞങ്ങൾക്ക് കൊറിയറായിട്ട് കിട്ടുന്ന സ്ഥലം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കൽച്ചട്ടിയുടെയാണ്. ഇത് ഇവിടെ ഇവർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളി കലച്ചട്ടികളായിട്ട് നമുക്ക് തുടങ്ങാം. ഈ കലച്ചട്ടികളൊക്കെ സീസണിങ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസമോ 2 ദിവസമോ കഞ്ഞിവെള്ളം വെച്ച് അങ്ങനെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും നല്ല ഇതോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ അവർ കലച്ചട്ടികളെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കടയുടെ പേര് പറഞ്ഞോളൂ. കട ഇത് തൃശ്ശൂര് പാട്ടുരേക്കൽ ജംഗ്ഷനിലെ ഇൻഡോ യൂറോ മിനി മാർക്കറ്റ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ. ഇനി അടുത്ത അപ്പോൾ നമ്മൾ കലച്ചട്ടി എന്നാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ഈ കലച്ചട്ടിയൊക്കെ ഏതാണ് സൈസ്? ഇത് നമുക്ക് വരുന്നത് 1.2 ലിറ്റർ കപ്പാസിറ്റിയിലാണ് വരുന്നത്. കടായി ഷേപ്പ് ഉള്ളതാണ്. ഇത് തന്നെ 2-3 ഷേപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് കുറച്ച് അവിയൽ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പാണ് നമുക്ക് ഒന്നുകൂടെ സ്യൂട്ടായിട്ട് വരും. ഇത് കല്ലിന്ന് ചെത്തി ഇങ്ങനെ കൊത്തി വന്നിട്ടുള്ളതാണ്. ഇത് ഹാൻഡ് മെയ്ഡ് കൽച്ചട്ടിയാണ്. 1 ലിറ്റർ ഹാൻഡ് മെയ്ഡ്. നമ്മൾ പെർ ലിറ്റർ 850 ആയിട്ടാണ് ഇപ്പോൾ സീസൺ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഈ റേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 റുപ്പീസ് ഒക്കെ താഴെയാണ്. ഇപ്പൊ ഓണായ കാരണം എല്ലാവർക്കും ഇത് വെക്കേഷൻ ആൾക്കാർക്കാവുമ്പോ സീസണിങ് ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ എല്ലാം സീസൺ ചെയ്ത കൽച്ചട്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 2.4 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കൽച്ചട്ടിയാണ്. ഇത് ലെയ്ത്തില് ചെയ്തെടുത്തിട്ടുള്ളത്, മെഷീൻ കട്ട് ലെയ്ത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഇത്രയും സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നത്. ഇതിന് ലിഡ് ഉണ്ട്, കണ്ടോ. ഇപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഗാഡി ഉള്ളത് കൊണ്ട് നമുക്ക് ലിഡ് വെച്ച് കഴിഞ്ഞാലും പിന്നെ വീഴില്ല. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ലിഡ് വരില്ല. അതാത് പീസിന് അതാത് ലിഡായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ കല്ലിന് എന്ന് പറഞ്ഞാൽ കൂടുതൽ മാഗ്നീഷ്യം, സിങ്ക്, അയൺ കണ്ടന്റ് എല്ലാം വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് തന്നെ അടച്ചു വെക്കുമ്പോ ആ ചൂട് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-4.5 മണിക്കൂറോളം ഈ ഇതില് ചൂട് നിൽക്കും. അപ്പൊ നമുക്ക് അത്രയും ആ ഒരു എന്താ പറയാ കുക്കിംഗ് ടൈം നമുക്ക് കുറവാണ് ഇതിനകത്ത് വരുമ്പോ. പിന്നെ ഇത് കുറച്ചും കൂടി ഗ്യാസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഉപയോഗിക്കുമ്പോ എപ്പോഴും എല്ലാവർക്കും സംശയം, ഇത് വെയിറ്റ് കൂടുതലല്ലേ, അപ്പൊ എങ്ങനെയാ നമുക്ക് ഗ്യാസ് ലാഭാവുക, ബുദ്ധിമുട്ടല്ലേ എന്നാണ്. പക്ഷെ മൺപാത്രത്തിനെക്കാട്ടും ഒരു 2-3 മിനിറ്റ് എക്സ്ട്രാ എടുത്താലും പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് പോവില്ല, ഈ ചൂട് പോവില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭമാണ്. നമ്മളിത് ഓഫ് ചെയ്തിട്ടാലും ഇത് തിളച്ചുകൊണ്ടേ നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനകത്ത് ഉണ്ട് നമുക്ക്. ഇതെല്ലാം സീസൺ ചെയ്ത് ഇത്തവണ വന്നത് ലിറ്റിൽ ചെയ്തെടുത്ത 2 ലിറ്ററിനാണ് ലിഡ് ഇല്ലാത്തത്. അതില് ഗാഡി കണ്ടില്ലേ, ഇതില് ഗാഡി ഇല്ല. അപ്പൊ ഇതിന് ലിഡ് ഉണ്ടാവില്ല. അപ്പൊ ലിഡ് ഇല്ലാത്തതിന് അത് വെച്ചത് വീഴും. അപ്പൊ അതുകൊണ്ടാണ് ആ ഗാഡി അവര് ചെയ്യുന്നത്. പക്ഷെ ലിഡ് ഇല്ലെങ്കിലും നമുക്കിപ്പോൾ സ്റ്റീലിന്റെയോ ഗ്ലാസിന്റെയോ ലിഡ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതില് നമ്മൾ സീസണിങ്ങിന്റെ ഭാഗമായിട്ട് അവിടുന്ന് നമുക്ക് സീസൺ ചെയ്തിട്ട് എള്ളെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടി തേച്ചിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. കാണുന്ന ഈ ഓയിൽ എള്ളെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഇനിയുള്ളത് നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് ഒരു 2-3 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ഒരു സീസണിങ് മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് മൈക്രോ ഹോൾസ് ഉണ്ടായിരിക്കും. അതിപ്പോ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടാവും. കാരണം ഈ എള്ളെണ്ണയും മഞ്ഞളും തേക്കുന്നുണ്ട്. അതൊന്നും കൂടെ ഉറപ്പ് വരുത്താനാണ് നമ്മള് കഞ്ഞിവെള്ളം ഒഴിക്കാൻ പറയണത്. കഞ്ഞിവെള്ളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അരി കഴുകിയ വെള്ളം മിക്സ് ചെയ്താലും മതി. എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ചെറിയ ബർണറിൽ സിമ്മിൽ മാത്രം ഇട്ട് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ചൂടിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഓവർ ഹീറ്റ് കൊടുക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന അതേ ഡയറക്ഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ അടുത്ത് ഇത്തവണ നമുക്ക് കുറച്ച് ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് വലിയ കൽച്ചട്ടി നമ്മൾ പറഞ്ഞിട്ട് വന്നതാണ്. ഇത് ഏകദേശം 4.3 ആണ് ഇതിന്റെ കപ്പാസിറ്റി, ലിറ്റർ കപ്പാസിറ്റി. ഇതിൽ ലിറ്റർ കപ്പാസിറ്റി ആണ് നമ്മൾ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് 1 ലിറ്റർ to 5 ലിറ്റർ വരെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്, നമ്മുടെ അടുത്ത് ഉണ്ട്. എല്ലാം സീസൺ ചെയ്ത കൽച്ചട്ടി ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇത് വേറൊരു ഷേപ്പാണ്.
ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു ട്രഡീഷണൽ ഷേപ്പാണ്. ഇത് കണ്ടു താഴ്ഭാഗം ഇത്തിരി റൗണ്ട് ഷേപ്പിലാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി അവിയൽ പോലത്തെ കറികളൊക്കെ വെക്കാനും ഒക്കെ ഒന്നുകൂടെ ഈസിയാണ്. കാരണം ഉൾഭാഗം ഇങ്ങനെ കുറച്ച് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇളക്കാനൊക്കെ ഒന്നുകൂടി ഈസിയാണ്. പിന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സെർവിങ് പോട്ടിലേക്ക് മാറ്റാറുണ്ടല്ലോ. പക്ഷെ ഈ കൽച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മളത് കീപ്പ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് അതിലത്തെ എല്ലാ എസൻസും എല്ലാം നമ്മുടെ കറിയിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വെച്ച കറി നമുക്ക് തന്നെ തോന്നും ഇതെന്ത് ഇത്രയും ടേസ്റ്റ് വ്യത്യാസം എന്നുള്ളത്. എന്നാൽ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് ഇതിന്റെ ഗുണം കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ എല്ലാ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഈ ഷേപ്പ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഷേപ്പാണ്. അത് നമുക്ക് ഓണത്തിന് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് നേരത്തെ കാണിച്ച കടായി ഏതൊക്കെ പീസ് വേണോ ഏതൊക്കെ സൈസിൽ വേണോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാത്രം നന്നായിട്ടുണ്ട്. ഇത് ഇതിനകത്ത് എല്ലാം നമുക്ക് എല്ലാ കറികളും നമുക്ക് ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന എല്ലാ കറിനകത്ത് എപ്പോഴും ലിക്വിഡ് ഉണ്ടാവണം. ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ അത് തന്നെ. പക്ഷെ അവിയൽ വെക്കാം നമുക്ക്. കാരണം അവിയൽ വെക്കാം, എലിശ്ശേരി വെക്കാം, അതെല്ലാം അതെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മള് അതിനകത്ത് അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമല്ലോ ഇതിൽ വെക്കുമ്പോ. പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇത് ഓൺ ആക്കുമ്പോ ലിക്വിഡ് ഉണ്ടാവും ഇതിൽ. അതാണ് അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത് കഴിഞ്ഞാല് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. നമ്മള് വിചാരിക്കണേക്കാളും കൂടുതൽ കിട്ടും. വേറെ 2 പ്രോഡക്റ്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ളതാണ്. നല്ല ഫിനിഷിംഗ് ആണ് ഇത്. പക്ഷെ സീസൺ ചെയ്യണം. ഇപ്പൊ നേരത്തെ കാണിച്ച ഈ കുക്ക് വെയറുകളെല്ലാം ഈ കളറാണ്. അത് സീസണിങ് കഴിയുമ്പോഴാണ് ബ്ലാക്ക് ആയി മാറുന്നത്. ഇത് സീസൺ ചെയ്യണം. ഇത് ചെയ്യാത്തതാണ് ദോശക്കല്ല്. ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ദോശ സ്റ്റാൻഡേർഡ് സൈസാണ്. അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഉണ്ണിയപ്പം. ഇത് പണിയാരക്കല്ല് എന്ന് പറയും തമിഴ്നാട്ടില്. അത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം സുഖമായിട്ട്. ഇതിപ്പോ 9 കല്ലിന്റെ ആണ്, അല്ല 7 കല്ലാണ്. 9 കല്ലിന്റെ ഉണ്ട്. ഇതിലും കുഴപ്പമില്ല. നമുക്ക് നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോപ്പ് സ്റ്റോൺ കുക്ക് വെയർ നേരത്തെ കണ്ടില്ലേ നമ്മൾ കൽച്ചട്ടി, അതിന്റെ തന്നെ കേർഡ് ജാറുകളാണ്. ഇത് 700 ml കപ്പാസിറ്റി ആണ് ഇതിനകത്ത് മെൻഷൻ അല്ല. അപ്പോ ഇത് നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് ഒഴിക്കാനായിട്ട് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂറോട് കൂടിയിട്ട് നമുക്ക് നല്ല കട്ട തൈരായിട്ട് കിട്ടും. അധികം പുളിക്കാതെ കട്ട തൈര് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ഭംഗിയുണ്ട്. ഇത് കുറെ പേര് ഷോ പീസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഭംഗി, എനിക്ക് നല്ല ഇഷ്ടമായി. ഫാന്റാസ്റ്റിക്. ഇതും ഇതിന്റെ വേറൊരു ഷേപ്പ് 950 ml ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഇതിങ്ങനെ ഒരു 3-4 ഷേപ്പിൽ നമുക്ക് കിട്ടാറുണ്ട്. നല്ല സാധനം, നല്ല ഫിനിഷിങ്ങോട് കൂടെ. ഇതില് വേറൊരു പ്രത്യേകത ഉണ്ട്. ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉള്ളിൽ അങ്ങനെ വെള്ളം ഒലിക്കില്ല. നമ്മള് ഭരണിയിലൊക്കെ ആകുമ്പോ ചിലപ്പോ വെള്ളം ഒലിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം ഇത് സീസണിങ്ങിന്റെ ആവശ്യമില്ല. ഒരു 24 hour നമ്മൾ ഇതിനകത്ത് വെള്ളത്തിൽ മുക്കിയിട്ടാ മതി. പിന്നെ നമുക്ക് സീസൺ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് പല തരത്തിലുള്ള ഇടിക്കല്ലുകളാണ്. അത് നമ്മൾ ഈ ഇത്രയും ഷേപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര എൻക്വയറി വന്നതുകൊണ്ടാണ്. കുറെ നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അളവുകളെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു സെക്ഷനിലേക്ക് വരും. അതിന്റെ കുഴയൊക്കെ വ്യത്യാസമുണ്ട്. നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ ഉരച്ചെടുക്കാൻ നല്ലതാണ്. ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ വരുന്നത് ഇതിന്റെ ഒരു മീഡിയം സൈസ് വരും. ഈ ഒരു ഷേപ്പ് ഇത് തന്നെ കണ്ടു 2-3 ഷേപ്പിലാണ്. പിന്നെ വരുന്നത് ഇത് നമുക്ക് ഒരു 5 ടൈപ്പിലുണ്ട്. ഇടികല്ല് നമുക്ക് വർക്കിന് ഡിസൈൻ ഉള്ളതാണ്. അങ്ങനെയാണ്. പിന്നെ ഇത് വേറൊരു ഷേപ്പ് ഉണ്ടോ. പിന്നെ കുറച്ച് ഇവിടെ
ഇങ്ങനെ നമുക്ക് മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഴിച്ചെടുക്കാൻ, നീരെടുക്കാൻ ആ ഒരു പർപ്പസ് ഉണ്ട്. ഇതിന്റെ പർപ്പസ് എന്താണ്? അല്ല, ഇതെല്ലാം ഇത് തന്നെയാണ്. നമ്മളോട് എല്ലാവരും ഇത് ഈ ഒരൊറ്റ പർപ്പസിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ചിലവർക്ക് അത് ആ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുമ്പോ ഉണ്ടാവേണ്ട ഒരു ഭംഗി അങ്ങനെ ആഗ്രഹിച്ചിട്ട് പറയണതാണ്. ഫ്രൈയിങ് പാൻ ആണ് ഇത്. ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ 2-3 ഷേപ്പിലുണ്ട്. അതിന്റെ ഷേപ്പ് ഒന്ന് കാണിച്ചു. ഓക്കെ, 2-3 ഷേപ്പിലുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ അടുത്ത് പത്തിരി ചൂടാനുള്ളത്, ചപ്പാത്തി ചൂടാനുള്ളത്, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ്. മണ്ണിന്റെ നല്ല ഫിനിഷിങ്ങോട് കൂടി ഉണ്ടാക്കാനുള്ളത്. ഇത് നന്നായിട്ട് എൻക്വയറി ഉള്ളത് കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അറുവാക്കോട്, നിലമ്പൂർ അറുവാക്കോട് ക്ലേ പോട്ടറി ആണ്. ഇതിന് മറ്റ് സാധാരണ ക്ലേ പോട്ടിനെക്കാട്ടും കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അതിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിന്റെ ആ ഒരു പോളിഷിങ് എല്ലാം ഡിഫറെന്റ് ആണ്. മാനുഫാക്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മൈക്രോവേവ് ഓവനിൽ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് ഒരു ദിവസം കഞ്ഞിവെള്ളം, ഒരു ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം. റെഡും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അത് 2 സൈസിൽ അവൈലബിൾ ആണ്. ഇത് തന്നെ ഇതിന്റെ പോളിഷ് ഇതിന്റെ സീസണിങ് കഴിഞ്ഞതാണ്. ആയാലും റെഡ് ആയാലും ഇതുപോലെ കഞ്ഞിവെള്ളം ഒരു ദിവസത്തെ വെച്ചിട്ട് ഉപയോഗിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. നല്ല ഫിനിഷിംഗ്, നല്ല അടിപൊളിയാണ്. ഒഴിച്ചുകറികളെല്ലാം വെക്കാൻ പറ്റുന്ന കലങ്ങളാണ്. 2 സൈസിൽ അവൈലബിൾ ആണ്. ഇതിലും കണ്ടു ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗ് ആണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചുകറി വെക്കാൻ പറ്റുന്ന ഒരു ഡവറ ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നാണ് ഉള്ളൂ. പക്ഷെ നല്ല ഫിനിഷിങ്ങും ഉള്ളിലൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. നമ്മുടെ ഉള്ളെന്ന് കാണിച്ച് നല്ല ഫിനിഷിംഗ് ആണ്. കൊണ്ടുപോയാൽ നമുക്ക് കൂടുതൽ പണിയില്ല. ഇല്ല അങ്ങനെ അടിപിടിക്കുക, പിന്നെ പുക വരിക, അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ക്ലേ പോട്ട് വെക്കുമ്പോ. അത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിൽ വരില്ല. നമ്മുടെ നാടന് ഇത് ഫിനിഷിംഗിൽ ഒത്തിരി വ്യത്യാസം, ഫിനിഷിംഗ് നല്ല വ്യത്യാസം. ഇതില് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും വലിക്കും. പക്ഷെ നമുക്ക് അടിപിടിക്കുക, ഇങ്ങനെ കരിഞ്ഞ് വരിക, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ലാതെ നോൺ ഐറ്റംസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്കിൽ എങ്ങനെ യൂസ് ചെയ്യണോ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അവരുടെ തന്നെ നമുക്ക് മീൻകറി വെക്കാൻ പറ്റുന്ന മീൻ ചട്ടിയാണ്. ഇതിലും ഷേപ്പ് വ്യത്യാസമുണ്ട്, പിന്നെ ഫിനിഷിങ് കണ്ടു. ഇതിലും നല്ല സെറാമിക് ജാർ. ഇത് നമുക്കിപ്പോ 3 ടൈപ്പിലാണ് എന്ന് പറയാം. ഓയിൽ ഒഴിക്കാം, പിന്നെ നമുക്ക് മോരൊക്കെ ആക്കി ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാം. പിന്നെ കുറെ പേര് ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്, ഷോ പീസ് ആയിട്ട് വെക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. 3 ടൈപ്പിലാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? അത് 300ഉം 320. കളർ ചെയ്തതിന് 320. ഒന്ന് സീസൺ ചെയ്തതും ഒന്ന് സീസൺ ചെയ്യാത്തതും രണ്ടുമാണ് അല്ലേ? അങ്ങനെ വെച്ചോളൂ. ഓക്കെ, ഇത് നമ്മുടെ ഇത് സീസൺ ചെയ്തത്. ഇത് നമ്മുടെ സീസൺ ചെയ്ത കാസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഒരു ഓയിൽ ഒഴിച്ചിട്ട് സബോള വഴറ്റി എന്തെങ്കിലും ചെയ്താൽ മതി, പിന്നെ യൂസ് ചെയ്യും. ഇത് സീസൺ ചെയ്യാത്തതാണ്. ഇത് ഭസ്മക്കൊട്ടയാണ് അല്ലേ? ഭസ്മക്കൊട്ട ഒന്ന് ഓപ്പൺ ചെയ്യാവോ? നന്നായിട്ടുണ്ട്, നല്ല ഭംഗി, പഴയ മോഡൽ അല്ലേ? ഭസ്മൊക്കെ ആക്കി നമുക്ക് ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണിത്. 2 സൈസ് ഇരിപ്പുണ്ട്. ഉള്ളൊന്ന് കാണിച്ച് നന്നായിട്ടുണ്ട്. ഇത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ അടുത്ത് പാട്ടുരേക്കൽ ജംഗ്ഷൻ ഓവർബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് വരുന്നത്. അത്തം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പൂവിൻ്റെ വലിയൊരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. തിരുവമ്പാടി ക്ഷേത്രം എല്ലാവർക്കും അറിയാമല്ലോ, തൃശ്ശൂർ. റൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള കലച്ചട്ടികൾ ഓർഡർ കൊടുത്തോളൂ, ഒരു കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.